നിയമസഭയാകെ നിശബ്ദമാക്കിക്കൊണ്ട് അണിയറയിലെ ചതിക്കുഴികളെല്ലാം കീറിമുറിച്ച് സാക്ഷാൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ നേരിട്ട് വമ്പൻ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുമ്പോൾ രാഷ്ട്രീയ കേരളം നടുങ്ങുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വിദേശ മദ്യചട്ടത്തിൽ ഭേദഗതി വരുത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന UDF-ഉം പ്രതിപക്ഷത്തുള്ള LDF-ഉം തമ്മിൽ സഭയ്ക്കുള്ളിൽ വലിയൊരു യുദ്ധത്തിന് കളമൊരുങ്ങുമ്പോൾ സഭാനാഥന്റെ കസേരയിലിരുന്ന് പ്രതിപക്ഷത്തിന്റെ കുപ്രചരണങ്ങളുടെ കാറ്റ് മൊത്തത്തിൽ ഒഴുക്കിവിടുകയാണ് സ്പീക്കർ. അന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് UDF ഈ വിവാദ മദ്യനയത്തെ എതിർത്തില്ലെന്നും യാതൊരുവിധ വിയോജിപ്പും ഇല്ലാതെയാണ് അന്ന് സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ ഫയൽ പാസ്സായതെന്നുമുള്ള പ്രതിപക്ഷമായ LDF-ന്റെ പ്രചരണങ്ങൾക്ക് പിന്നിലെ അതീവ രഹസ്യമായ അട്ടിമറികളാണ് പുറത്തുവിട്ട സഭാരേഖകളുടെ പശ്ചാത്തലത്തിൽ സ്പീക്കർ ഇവിടെ തുറന്നുകാട്ടുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകാൻ തയ്യാറാക്കിയ വിദേശ മദ്യ ചട്ട ഭേദഗതി സമിതി ഭേദഗതികൾ കൂടാതെ അംഗീകരിച്ചു എന്ന നിയമസഭാ രേഖകളിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അതിന് പിന്നിൽ നടന്ന വലിയൊരു വേലത്തരമാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നിടുന്നത്. 2022 നവംബർ 9 ധനകാര്യ സബ്ജക്ട് കമ്മിറ്റി ചേരുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K ബാബുവും ഓൺലൈൻ വഴിയാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിനിടയിൽ ബിയറിന്റെ വീര്യം സംബന്ധിച്ച് തങ്ങൾ ചില സംശയങ്ങൾ ഉന്നയിച്ചതായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിയോജിച്ചതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു കെണിയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. യോഗം പൂർണ്ണമാകുന്നതിനു മുൻപ് താൻ ഓൺലൈൻ മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോയ ആ ചെറിയ ഇടവേള അതീവ തന്ത്രപരമായി മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇതിൽ യാതൊരു വിയോജിപ്പുമില്ലെന്ന മട്ടിൽ മിനിറ്റ്സ് എഴുതി വയ്ക്കുകയാണ് അന്ന് ചെയ്തത്. പിന്നീട് ഈ മിനിറ്റ്സിന്റെ പകർപ്പ് കയ്യിൽ കിട്ടിയ നിമിഷം തന്നെ ഒട്ടും സമയം കളയാതെ അന്നത്തെ കമ്മിറ്റി അധ്യക്ഷനായ KN ബാലഗോപാലിന് തന്നെ ശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് താൻ നിഷേധക്കുറിപ്പ് നൽകിയിരുന്നുവെന്ന് അതീവ ഗൗരവത്തോടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മിനിറ്റ്സിൽ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് ബോധപൂർവം രേഖപ്പെടുത്താതിരുന്ന അട്ടിമറിക്കെതിരെയാണ് സ്പീക്കർ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഇതേ യോഗത്തിൽ തന്നെയാണ് ടെക്നോ പാർക്ക് അടക്കമുള്ള കേരളത്തിലെ പ്രമുഖ IT ഹബ്ബുകളിൽ ബാറുകൾ തുറക്കാനുള്ള നീക്കവും വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് യുവാക്കളെ മദ്യലഹരിയിലേക്ക് തള്ളിവിടുന്ന ഈ നീക്കത്തെ അന്നും ഇന്നും തങ്ങൾ ഒരേപോലെ എതിർക്കുകയാണെന്നും അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തങ്ങൾ നടത്തിയ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് പുതുക്കിയ കരട് ചട്ടം പുറപ്പെടുവിക്കാൻ നികുതി വകുപ്പിനോട് നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ മദ്യനയ ഫയലുകൾക്ക് പിന്നാലെ ഭരണകൂടം ഒളിപ്പിച്ചു വെച്ച മറ്റൊരു അപകടം കൂടി ഉണ്ടായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. കേരളത്തിലെ പുതിയ തലമുറകളെ ആകെ പൂർണ്ണമായും നശിപ്പിച്ചു കളയാവുന്ന രീതിയിൽ സംസ്ഥാനത്ത് വൻതോതിൽ ചൂതാട്ട കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകാനുള്ള അതീവ രഹസ്യമായ ഫയലുകളായിരുന്നു അത്. കേരളത്തിൽ ഒരു കാരണവശാലും ചൂതാട്ടം നടക്കില്ലെന്നും അതിന് അനുവദിക്കില്ലെന്നും അന്ന് വളരെ ശക്തമായി തന്നെ താൻ ഡിസന്റ് നോട്ട് എഴുതി നൽകിയിട്ടുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കുന്നു. ജോണി വാക്കർ ഉൾപ്പെടെയുള്ള വിദേശ മദ്യം ടാക്സ് ലൈസൻസ് ഫീ കുറയ്ക്കാനുള്ള നീക്കവും കേരളത്തെ തകർക്കുന്ന ചൂതാട്ട അനുമതിയും IT പാർക്കുകളിലെ ബാറുകളും ഉൾപ്പെടെ ജനവിരുദ്ധമായ 3 വൻ നീക്കങ്ങളെയാണ് താൻ അന്ന് ഒറ്റയ്ക്ക് നിന്ന് സബ്ജക്ട് കമ്മിറ്റിയിൽ ചേർത്ത് തോൽപ്പിച്ചതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. വിയോജിപ്പില്ലാതെയാണ് ഫയൽ പോയതെന്ന് വരുത്തി തീർത്തത് ഇപ്പോൾ തങ്ങൾ നടപ്പാക്കുന്ന ജനവിരുദ്ധ നയങ്ങളെ ന്യായീകരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് ധനബില്ലിൽ ഉൾപ്പെടുത്തി കരട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന പുതിയ ബില്ലിനെ കുറിച്ച് സഭയ്ക്ക് പുറത്ത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്പീക്കർ എന്ന നിലയിലുള്ള ജനാധിപത്യ മര്യാദയല്ലെന്നും അത് സഭയിൽ വരട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സഭാനാഥന്റെ നിഷ്പക്ഷതയും അതോടൊപ്പം ജനപക്ഷ നിലപാടുകളും ഒരുപോലെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അന്നും ഇന്നും എന്നും ഇക്കാര്യത്തിൽ ഒരിട പോലും പിന്നോട്ടില്ലെന്ന കൃത്യമായ ബ്രേക്കിംഗ് സൂചന നൽകിക്കൊണ്ടാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ വാക്കുകൾ നിർത്തുന്നത്. തിരുവനന്തപുരത്ത് ഒരു വാർത്ത 2022 അന്നത്തെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്ട് കമ്മിറ്റി യോഗം വിളിച്ചപ്പോൾ തിരുവഞ്ചൂർ അതിൽ അംഗമായിരുന്നു. അന്ന് UDF ആ മദ്യനയത്തെ എതിർപ്പില്ലാതെയാണ് അന്ന് സബ്ജക്ട് കമ്മിറ്റി ആ ഫയൽ പോയത്. അപ്പൊ അന്നൊരു എതിർപ്പുണ്ടായിരുന്നു? അല്ലല്ല, 2 ഫയലുണ്ടായിരുന്നു സബ്ജക്ട് കമ്മിറ്റിക്കകത്ത്. ഒരു ഫയലിനകത്ത് ഇവിടെ എൻ്റെ എതിർപ്പില്ല എന്ന് പറഞ്ഞ മിനിറ്റ്സ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആ മിനിറ്റ്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊരു വേല ഇതിലുണ്ടെന്ന്. ഞാൻ അവിടെ ഡിസൻറ്റ് എഴുതി കൊടുത്തു. എൻ്റെ ഡിസൻറ്റ് കൂടി ചേർക്കണം എന്ന് പറയുകയും ചെയ്തു. സബ്സിക്വൻ്റായിട്ട് 2ാമത്തെ ഫയലും കൂടി ഉണ്ടായിരുന്നു. ജോണി വോക്കറിന് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം അവിടെ വന്നപ്പോൾ അതിനെ ഞാൻ അവിടെ വെച്ച് തന്നെ ഡിസൻറ്റ് ചെയ്തു. ആദ്യത്തെ എന്തുകൊണ്ട് ഡിസൻറ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാം. ആ ഡിസൻറ്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്ന ഗ്യാപ്പ് ഉപയോഗിച്ച് ആർക്കും ഡിസൻറ്റ് ഇല്ല എന്നൊരു മട്ടിൽ അന്ന് ഇതെഴുതി, മിനിറ്റ്സ് എഴുതി. ഞാൻ പിന്നീടാണ് മിനിറ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. മിനിറ്റ്സ് കിട്ടിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സമയവും ലാപ്സാക്കാതെ ഞാൻ എൻ്റെ നിഷേധക്കുറിപ്പ് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ബാലഗോപാലിന് കൊടുത്തു.
ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് തർക്കമുണ്ട് എന്ന് തന്നെ പറഞ്ഞു. മാത്രമല്ല, അതിനകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ IT ഹബ്ബുകളിലെല്ലാം, അവിടെ ടെക്നോ പാർക്ക് അടക്കം കേരളത്തിലെ എല്ലാ IT ഹബ്ബുകളിലെല്ലാം ഈ ബാർ തുടങ്ങുന്നതിനുള്ള നടപടിയായിരുന്നു. അത് സാധ്യമല്ല എന്നൊരു നിലപാട് അന്നും എടുത്തു, ഇന്നും എടുത്തു, എന്നും നമ്മൾ ആ നിലപാടിൽ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം ഈ ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എല്ലാം മൊത്തം കത്തിയപ്പോൾ ഒന്നുകൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആരെങ്കിലും തട്ടിയതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ആ പ്രചരണത്തിന്റെ കേന്ദ്രം ഏതാണെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. മദ്യലഹരി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിനെ ആരും എതിർത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപ്പാക്കിയെന്ന് പറയാൻ വേണ്ടിയാണ്. അതിൻ്റെ അടി കിടക്കുന്ന സാരാംശം അവിടെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നടപ്പാക്കിയതെന്ന് ഇവരെന്തിനാണ് നടപ്പാക്കിയത്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. ഇതിനോടനുബന്ധമായി മറ്റൊരു കേസും കൂടെ ഉണ്ട്. ഇതിനോടനുബന്ധമായി വന്നത് ചൂതാട്ടം. കേരളത്തിൽ ചൂതാട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇതുമായിട്ട് കണക്റ്റഡ് ഫയൽ ഉണ്ടായിരുന്നു. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എന്തായിരുന്നല്ല അഭിപ്രായം എന്ന്. ചൂതാട്ടം സാധ്യമല്ല എന്ന് പറഞ്ഞു. കാരണം കേരളത്തിലെ ലക്ഷോപലക്ഷം കുട്ടികളെ ചൂതാട്ടത്തിന് വിധേയരാക്കി അവരെല്ലാം വഴിതെറ്റിക്കുന്നതിന് വേണ്ടി നടപടിയുണ്ടാകും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഡിസന്റ്. അത് വളരെ ശക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, ജോണി വോക്കറിന് ലൈസൻസ് ഫീ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ, ഈ ചൂതാട്ടത്തിൻ്റെ കാര്യത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ, ഡിസന്റ് ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ആണല്ലോ ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കതല്ലേ. അന്നും ഇതുപോലുള്ളൊരു നടപടി വന്നപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പിൽ വന്നത്. ആ 3 കാര്യത്തിനകത്തും ഞങ്ങൾ ജനപക്ഷത്ത് തന്നെയാണ് നിന്നത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ പൊതുവികാരം മനസ്സിലാക്കി തന്നെയാണ് പെരുമാറിയത്. അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല. അതൊന്നും നമ്മളുടെ എഴുത്തിൻ്റെ ശൈലിയേക്കാൾ കൂടുതൽ നമ്മളുടെ മനസ്സിൻ്റെ കൺവിക്ഷനാണ്. അതിൽ വളരെ വ്യക്തമായ കൺവിക്ഷനുള്ള വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതല്ല, അത് ബില്ല് നിയമസഭയിൽ വരുന്നതല്ലേ. ഞാൻ ആ നിയമസഭയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് നിയമസഭയിൽ വരട്ടെ. നിയമസഭ സാമാജികർക്കാണ് അഭിപ്രായം പറയാനുള്ള, ഫസ്റ്റ് അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും. അത് വരട്ടെ. അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പുറത്തു നിന്നൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞാൻ ഈ കാര്യത്തിനകത്തെ തികഞ്ഞ ജനാധിപത്യ പാരമ്പര്യവും മാതൃകയും കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ആണ് UDF മീറ്റിംഗ് ഞാനില്ലല്ലോ. UDFിന്റെ തീരുമാനം UDF ആണ് എടുക്കേണ്ടത്. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഇപ്പുറത്ത് LDFിന്റെ തീരുമാനം അവരെടുക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഞാൻ പറഞ്ഞ ഈ കേസിനകത്തെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യത്തിനകത്തൊക്കെ നമ്മളുടെ മനസ്സ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അന്നും ഇന്നും എന്നും നമുക്കൊരേ നിലപാട് തന്നെയായിരിക്കും.